ഹായ് ഓൾ. ഇന്ന് നമ്മൾ പോസിറ്റീവ് പാരന്റിങ്ങിന്റെ ഭാഗമായി സംസാരിക്കണം എന്ന് ആലോചിക്കുന്നത് ഒരു സ്റ്റോറി വേ മെത്തേഡും പോസിറ്റീവ് പാരന്റിങ്ങും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കൊന്ന് ചെറുതായി പരിശോധിക്കാം. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ മക്കളാകട്ടെ, നമ്മുടെ കുട്ടികൾ സ്റ്റുഡൻസ് ആകട്ടെ, നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഇരിക്കുന്നത് എന്തിനാണെന്നറിയോ? കഥകൾ കേൾക്കുന്ന സ്ഥലത്താണ്. നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച്, നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട മനുഷ്യന്മാരെ കുറിച്ചിട്ട്, നമുക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ചിട്ട്, നമ്മുടെ അനുഭവങ്ങളെ കുറിച്ചിട്ട് ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ വാതോരാതെ ചോദ്യങ്ങളോടുകൂടി അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഇതിന് വളരെ വലിയൊരു ബന്ധം നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മളൊരു നമ്മളൊരു ഫിലിം കണ്ടാൽ നമ്മൾ മറന്നു പോകാത്തത് എന്തുകൊണ്ട്? കാരണം അതിനകത്തൊരു കഥയുണ്ട്, ഹ്യൂമൻ റിലേഷൻസ് ഉണ്ട്, നമ്മളുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പല സിനിമകളിലും ഉണ്ടാവും. പലപ്പോഴും നിങ്ങളും ഞാനും ചിന്തിക്കാറില്ലേ, ഇതെനിക്ക് ഉണ്ടായിട്ടില്ലേ, ഇതെൻ്റെ ജീവിതമല്ലേ, അല്ലെങ്കിൽ ഈ പാട്ട് എനിക്കിപ്പോൾ യോജിച്ചതല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തകൾ വരുന്നത് അതുകൊണ്ടാണ്. അത്തരത്തിൽ ഏത് സബ്ജക്റ്റിനെയാണോ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രോബ്ലത്തിനെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത്, ആ പ്രോബ്ലത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ടൊരു കഥാതന്തുവിലേക്ക് ഒരു അധ്യാപിക പോയി, അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് പോയി, നമ്മൾ അതിലൂടെ പതിയെ പതിയെ വയർ ചെയ്ത് ഒരു വലിയ ത്രെഡ് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞുങ്ങളെ ആ ഒരു പ്രൊജക്റ്റൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, പോസിറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ വളരെ വലിയ ഒരു ഉപാധി തന്നെയായിരിക്കും കഥ പറച്ചിലുകളിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് ചില കാര്യങ്ങൾ നമുക്ക് എത്തിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മൾ ഈ കുട്ടികളിലേക്ക് നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയേണ്ടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. നേരെ മറിച്ച് ഞങ്ങളുടെ പ്രോജക്റ്റ്, ഗ്ലോബൽ ഹാപ്പി സ്കൂൾ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിവിധ തരത്തിലുള്ള സാമൂഹിക അധിഷ്ഠിത സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. പാലിയേറ്റീവ് കെയർ, ഇല്ലെങ്കിൽ അമ്മൂമ്മയോട് ഒരുപാട് റഫായിട്ട് പെരുമാറുന്ന ഒരു കുട്ടി, അപ്പൂപ്പനെ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നൊരു കുട്ടി ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, അയ്യോ മോനെ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ അടി തരും, ഇങ്ങനെ പണിഷ് ചെയ്യും എന്നത് മാത്രമല്ല, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിലോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലോ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ആ അമ്മമാരുമായും ആ അപ്പന്മാരുമായും നമ്മൾ കൂടുതൽ അടുത്തിടപഴകി സംസാരിക്കുമ്പോൾ, അവരവരുടെ ലൈഫ് സംസാരിക്കുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ സോക്കോൾഡ് അപ്പനോടും അമ്മമ്മയോടും ഒക്കെ റഷായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ കരയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയേറെ ജീവിത തന്തുക്കളുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന കാര്യങ്ങളെ നമ്മൾ കാട്ടിക്കൊടുക്കുകയോ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കുട്ടികളോട് കഥ പറയുകയോ ചെയ്താൽ പോസിറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ ഭാഗമായി നമ്മൾക്കതിനെ ചെയ്താൽ നല്ലതായിരിക്കും. അത് പോസിറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ ഒരു ത്രെഡായി തന്നെ എടുക്കാൻ പറ്റും. പല ഘട്ടങ്ങളിലും പല കുഞ്ഞുങ്ങളിലേക്കുമുള്ള സ്വഭാവ വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ വിവിധ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, ഒരു മെൻറ്ററിങ് ചെയ്യുന്നത് കൊണ്ടും പല രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ പറയുമ്പോൾ ആ പറയുന്ന ഏത് പ്രോബ്ലമാണോ ആ പ്രോബ്ലത്തിലേക്ക് ഒന്നും സംസാരിക്കാതെ ആ പ്രോബ്ലവുമായി ബന്ധപ്പെടുന്ന ഒരു കഥാതന്തു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നോ അന്യരുടെ ജീവിതത്തിൽ നിന്നോ തിരഞ്ഞെടുത്ത് ആ കുട്ടികളുമായി ഒരു ടീ ടോക്കോ അല്ലെങ്കിൽ ഒരു ട്രീ ടോക്ക്, ഒരു റിവർ ടോക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് വെറും ഒരു വാക്ക്, ക്യാമ്പസ് വാക്ക്, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുകയും ഏറ്റവും ഒടുവിൽ നമ്മൾ വന്ന ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണെന്നും ആ പ്രോബ്ലം ഇങ്ങനെയാണെന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യങ്ങളും ഇന്നുവരെ പാഴായി പോയിട്ടില്ല. ജീവിതത്തിലെ ഏറ്റവും അധികം ദ മോസ്റ്റ് ബില്യണയർ ആയാമെന്ന് തോന്നിയിട്ടുള്ള ഘടകങ്ങളൊക്കെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, നമ്മൾ മെൻറ്ററിങ് കൊടുത്ത കുട്ടികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുഞ്ഞുമക്കൾ അവർ വലുതായതിനു ശേഷമോ അപ്പോഴൊക്കെ നമ്മളോട് വന്നിട്ട് അന്ന് ഇങ്ങനെയാണ്, അതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതിലൂടെയാണ്. ഇത് നമ്മൾക്ക് പാരൻറ്റിങ്ങിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തിനും അടി കൊടുക്കാതെ, എന്തിനും കരുതൽ കൊടുക്കുന്നത്, എന്തിനും നമ്മൾ ശാസന കൊടുക്കുന്നത്, എന്തിനും നമ്മൾ ഒരുപാട് പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കറിയാം, എപ്പോഴും ഞാൻ പറയാറുണ്ട്, 100 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-ൽ താഴെയായിരിക്കും പ്രോബ്ലമാറ്റിക് പാരൻറ്റിങ് ഉള്ളത്. എങ്കിലും ആ 10-ൽ താഴെയുള്ള പ്രോബ്ലമാറ്റിക് പാരൻറ്റിങ് കൂടുതൽ കുട്ടികളിലേക്ക് പ്രോബ്ലമാറ്റിക് ചിൽഡ്രനെ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഒരു സ്റ്റോറി വേ മെത്തേഡ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കൂ. ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളത് ഒരു കഥയുമായി ബന്ധപ്പെടുത്തി സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് വന്ന്, നമ്മൾ പറയാറില്ലേ കട്ടൻ ചായയും ജോൺസൺ മാഷിൻ്റെ വരികളും മഴയും എന്നൊക്കെ പറയാറില്ലേ, അത്തരത്തിലൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്ത് നമ്മുടെ ഡിജിറ്റൽ ഡിറ്റോക്സ് എടുത്ത് നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളൊക്കെ നമ്മൾ മാറ്റിവെച്ച് കുറച്ച് സമയം നമ്മൾ അവരുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയും
നമ്മൾ പറയേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു കഥ പറയുന്ന രക്ഷകർത്താക്കൾ ഉണ്ടാകട്ടെ. ഒപ്പമുണ്ട് ഞാനും. സ്നേഹം, സെലീന.